അമ്മ അവര് ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ. എന്റെ മകൻ ACP കാർത്തി കാവലായി നിൽക്കുമ്പോഴോ? അതിന് കരയുന്നതിനാ മോളെ. അമ്മ വേഗം തിരിച്ചു വന്നപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷം കൊണ്ട് കരയുന്നതാ മുത്തശ്ശ. സന്തോഷ കണ്ണീർ. അവരെത്തി. നന്ദിനിയെടുത്തി. വിഷമിക്കേണ്ട നന്ദിനിയെടുത്തി. നീതിമാന്മാർക്ക് അനർത്ഥങ്ങൾ അസംഖ്യമാണെന്ന് ബൈബിളിലൊരു വാക്യമുണ്ട്. എന്നാൽ നീതിമാന്മാർക്കൊപ്പമായിരിക്കും എപ്പോഴും ദൈവം. മാലു, ഇവക്ക് തല്ലുകെട്ടിയ ലക്ഷണമൊന്നുമില്ലല്ലോ. ഈ പോലീസുകാരുടെ ഇടിയെ ശരീരം പൊട്ടാതെയുള്ള ഇടിയ. പക്ഷേ ഒരു 4-5 ദിവസം കഴിയുമ്പോ ഉപ്പുമാങ്ങ പോലെ ശരീരം നീര് വന്ന് വീർക്കും. എന്താണ് പരദൂഷണ പരസ്പര സഹായ സംഘ മെമ്പർമാരെ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇറങ്ങി വാ. എല്ലാവരും കൂടി ഭാവനാസമ്പന്നയായ ഒരു മഹാകവയിത്രിയാണ് എന്റെ മകൾ സാവിത്രി രാമഭദ്രൻ. അവൾ രചിച്ച അന്യരുടെ നാശങ്ങൾ എന്ന കൃതിക്ക് മിക്കവാറും ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയേക്കും. അല്പം മുമ്പ് ഇവരുടെ ചിന്താമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ ഭാവന എന്താണെന്ന് അറിയാമോ? നന്ദിനിയെ പോലീസ് ചോദ്യം ചെയ്തത് കസേരയുടെ കാലിൽ കെട്ടിയിട്ടാണെന്ന്. മർദ്ദനമുറകൾ അതിഭീകരമായിരുന്നു. നിർത്തടി. അച്ഛന് നേരെ തർക്കിക്കാൻ ചെല്ലുന്നോ? നീ പറഞ്ഞ കാര്യമല്ലേ അച്ഛൻ നിന്നോട് പറഞ്ഞത്? മഹാസാഹിത്യകനായ MD വാസുദേവൻ അടുത്തിടെ പറഞ്ഞൊരു വാചകമുണ്ട്. മനുഷ്യർ എത്ര അല്പന്മാരാണെന്ന്. അന്യരെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ വാർത്ത കിട്ടിയാൽ 1 മാസത്തേക്ക് അവർ ആഹാരമാക്കുമെന്ന്. നിങ്ങൾ എല്ലാവരും ഇവളെ ന്യായീകരിച്ച് സംസാരിച്ചോ? പക്ഷേ ഇവളിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടിയും നന്ദിയുടെ ഓർത്ത് നിങ്ങൾ എല്ലാവരും കരയും. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. ദൈവമേ, ദൈവമേ, എന്താ മോനെ, എന്താ വിഷമിച്ച് നിൽക്കുന്നത്? ഞാൻ ACP ആയിട്ടും എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് തന്നെ അവരും മനഃപൂർവ്വം എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതോർത്തൊന്നും എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട. നീ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാ. നീ നിന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. എന്നാലും എന്റെ പൊന്നമ്മേ. മോനെ, ഡ്യൂട്ടിയിൽ ഒരു ക്രമക്കേടും കാണിക്കാത്തവനാണ് നീയെന്ന് ഇതോടെ എല്ലാവരും അറിഞ്ഞു. അമ്മയാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്ന് ഇതോടെ ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞില്ലേ? എന്റെ മോന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ ദയവായിട്ട് ഒരുക്കിയ പദ്ധതിയാണെന്ന് മാത്രം കരുതിയാൽ മതി. പോട്ടെ. ഇതിന്റെ പിന്നിൽ ആ സ്ത്രീയ. രജനിയും സംവിധാനവും എല്ലാം ഇന്ദ്രജ. എന്റെ വല്യമ്മ, ACPയുടെ അമ്മായി.
എന്റെ അച്ഛനെ ജയിലിലിട്ട് അവരെ തല്ലിപ്പിച്ചു. ഇപ്പതാ നമ്മുടെ അമ്മയെ കുറ്റവാളിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി. അവരെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്റെ പൊന്നു മോളെ, നീ അവരോട് വഴക്കിനൊന്നും പോകണ്ട. വെറുതെ വിട്ട് അവർ ഇനിയും തലേ കയറും. കുറെ കാശും ചില സ്വാധീനങ്ങളും ഉണ്ടെന്ന് കരുതി എന്തു ആകാന്ന് വിചാരിക്കരുത്. ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ വീഴ്ത്തണം. അല്ലെങ്കിൽ അവര് നമുക്ക് മാത്രല്ല എല്ലാവർക്കും ശല്യമാവും. ആ സ്ത്രീയെ കാണാൻ ഓരോ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഇതുവഴി ചെന്നാ അവര് കാണും. അപ്പുറത്തൂടെ കയറിയാലോ? അത് കഷ്ടകാലത്തിന് ഹോം മിനിസ്റ്റർ അല്ലേ ഇടിവാൾ പോലെ വന്ന് പോലീസ് ക്ലബിലേക്ക് കയറിയത്. ഓ, എന്റെ ചങ്കിലേക്കാണ് ഇടിവെട്ടിയത്. സമാധാനായിട്ടിരിക്കെ. സസ്പെൻഷനൊക്കെ ഞാൻ പിൻവലിപ്പിച്ചു തരാം. ഓ, അതൊന്നും തൽക്കാലം നടക്കില്ല മാഡം. അതിന് ഈ മിനിസ്റ്റർ പോണം. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. ഇന്ദിരജ മേഡം എന്നെ കാര്യമായിട്ടൊന്ന് പരിഗണിച്ചാൽ മതി. അക്കാര്യത്തിൽ പേടിക്കണ്ട. അവളെ ജയിലിലാക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളോട് പറഞ്ഞ വാക്കൊക്കെ ഇന്ദിരജ പാലിക്കും. മുഴുവൻ തുകയും ഞാൻ തരും. പക്ഷേ അവളോട് നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ മാഡം. അതാ എനിക്ക് നിരാശ. അവളെ ഒതുക്കണമെങ്കിൽ ആദ്യം അവരെ ഒതുക്കണം. രാജലക്ഷ്മി അമ്മയെ. ചെമ്പകമംഗലത്തുകാരുടെ ശക്തി രാജലക്ഷ്മി അമ്മയാ. അവരെ ആദ്യം വീഴ്ത്തേണ്ടത്. നായിക വീണ അനുയായികൾ തളരും. പിന്നെ നമുക്ക് വെട്ടി ജയിച്ച് മുന്നേറാം. ഗറില്ല യുദ്ധതന്ത്രമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ല? ഒളിപ്പോര്, ഗുണ്ട ആക്രമണം, കൊട്ടേഷൻ എന്നും പറയാം. ഞാൻ കുറേ വർഷങ്ങളായി ഗൾഫിലായിരുന്നതുകൊണ്ട് എനിക്ക് ആ വക കക്ഷികളെയൊന്നും യാതൊരു പരിചയമില്ല. അത്തരം ആളുകൾ എന്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ സഹായിക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. പറയൂ. ഇന്ന് രാജലക്ഷ്മി അമ്മയും ആ നന്ദിനിയും കൂടി തിരുവട്ടാർമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒരു പൂജയ്ക്ക് പോകുന്നുണ്ട്. തിരുവട്ടാർമല ക്ഷേത്രം, തിരുവട്ടാർക്കുന്ന് എന്നും പറയും. ഇത് തന്നെയാണ് പറ്റിയ അവസരം. അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര താമസം?
എന്നെ ഇവിടെ പോസ്റ്റാക്കി നിർത്തിയിട്ട് അവരെന്താ ഒരുങ്ങാൻ പോയോ? രാജലക്ഷ്മി, നന്ദിനി, നന്ദിനി. ഓ എന്തിനാ ബഹളം വയ്ക്കുന്നേ? ഞങ്ങൾ വരികയല്ലേ. ആ എന്നാ പോകാം. പോവാ. ആ അതെ, നിക്ക് നിങ്ങൾ എവിടെ പോവാ? ഞങ്ങള് ക്ഷേത്രത്തിൽ പോവാ. തിരുവട്ടാർകുന്ന് ക്ഷേത്രത്തില്. തിരുവട്ടാർകുന്ന് ക്ഷേത്രം. ഈ പേര് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആ, അത് ശരി. എന്നാലേ ഞാനും വരുന്നു. നീ കുളിക്കോ പല്ല് തേക്കോ വല്ലതും ചെയ്തിട്ടുണ്ടോ? നീ വരണ്ട. എന്റെ മുത്തശ്ശി, ഞാൻ അത്ര അലവലാതിയൊന്നും അല്ല. എഴുന്നേക്കുമ്പോഴേ കുളിക്കുന്നവളാ. ഞാനും വരുന്നു. വേണ്ട മോളെ, നീ വരണ്ട. തിരുവട്ടാർകുന്ന് ക്ഷേത്രത്തില് അമ്മ എനിക്ക് വേണ്ടി നേർന്നൊരു നേർച്ചയാ. അത് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇങ്ങ് വരാം. അത് പറ്റില്ല. ഞാനും വരുന്നു. എന്നാ മീനാക്ഷി കൊച്ചുകൂടെ പോരട്ടെ, നമുക്ക് വല്ല വഴക്കുണ്ടാക്കി പോവാലോ. അയ്യോ, അത് പേടിച്ചാ ഞാൻ വരണ്ടാന്ന് പറഞ്ഞത്. ഈ പോക്ക് ഒരു ആപത്തിലേക്കാ. സൂക്ഷിക്കണം. ഈ ACP എവിടെയാ? അമ്മേ, ACP എവിടെ അമ്മേ? കാർത്തിയേട്ടൻ. അവൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുക. ആ വേഗം വണ്ടി കയറ്, സമയം ഒരുപാടായി. വാ. ACP ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണല്ലോ. എന്ത് ചെയ്യും? ക്ഷേത്രത്തിലേക്ക് നടന്നു കയറണം. അച്ഛന് നടക്കാൻ പറ്റുമോ? പിന്നെന്താ, ഗന്ധമാദനഗിരി കയറിയ ഭീമസേനയാ എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ ഭീമസേനൊന്നും അല്ലെങ്കിലും ജനാർദ്ദന കൈമളല്ലേ, ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമൾ. കാര്യം ഇപ്പൊ ഇച്ചിരി ക്ഷീണത്തിലാണെങ്കിലും പണ്ടൊരു സിംഹമായിരുന്നേ. ദൈവമേ, വെല്ലുണ്ട്. ഒന്ന് എടുത്താ മതിയായിരുന്നു. മീനാക്ഷിയാണല്ലോ. ഹലോ മീനാക്ഷി. ACP, മുത്തശ്ശനും ഞാനും അമ്മയും കൂടി ഈ തിരുവട്ടാർകുന്ന് ക്ഷേത്രത്തിൽ വന്നിരിക്കുക. തിരുവട്ടാർക്കുന്നോ? ആ അതെ. പക്ഷെ ഇവിടെ ഒരു അപകടം മണക്കുന്നുണ്ട്. ഇന്ദ്രജ വല്യമ്മയും ആ CAയും കൂടെ നടത്തിയ ഒരു ഗൂഢാലോചന ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. പറയൂ. ഇന്ന് രാജലക്ഷ്മി അമ്മയും ആ നന്ദിനിയും കൂടി തിരുവട്ടാർമല ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒരു പൂജയ്ക്ക് പോകുന്നുണ്ട്. തിരുവട്ടാർമല ക്ഷേത്രം, തിരുവട്ടാർക്കുന്ന് എന്ന് പറയും. ഇത് തന്നെയാണ് പറ്റിയ അവസരം. നീ അവരെ സൂക്ഷിക്കണം. ഞാൻ ഇപ്പോൾ വരാം. ശരി. ഡ്രൈവർ, ക്യൂക്ക്. ഇവള് കുറെ നേരമായല്ലോ ഫോൺ ചെയ്തു തുടങ്ങിയിട്ട്. ഇതാരെയാ? മീനാക്ഷി, ഒന്ന് വേഗം വാ. ആ
പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവര് പിറകെയുണ്ട്. എന്താ? പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലെത്താം. അതിനകത്ത് ഒരുത്തനും വരില്ല. വാ. മോളെ, മോളെ ഇവരെ കൊല്ലാനാ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്. അയ്യോ അമ്മ, അത് ചെയ്തിട്ടേ പോകൂ. മോളെ, മോളെ, മോളെ മോളെ, മോളെ, മോളെ മോനെ കാർത്തിക്, കൈമലേട്ടാ, ദേ കുഞ്ഞിന്റെ കൈ. അയ്യോ, മോളെ. മോളെ നന്ദിനി, എന്റെ മോളുടെ കൈ. മോനെ കാർത്തിക്, മോളെ, വാ, ഹോസ്പിറ്റലിലേക്ക് പോ. വാ. എത്ര സ്റ്റിച്ച് ഉണ്ട്? 2 ഉള്ളൂ. എന്താ അത് പോരെ? എന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം പോയി. എന്നെ കൊല്ലാനായിരുന്നു കൊട്ടേഷൻ. ആ ഇന്ദ്രജി ആയിരിക്കും അല്ലേ? അല്ലാതാര്? അവക്കുള്ള കൊട്ടേഷൻ ദൈവം നേരിട്ടായിരിക്കും നടപ്പിലാക്കുക. ആ, എന്നാലും കാർത്തി, നീ ഈ കൃത്യസമയത്ത് ആ തിരുവട്ടാർക്കുന്നിൽ എങ്ങനെ പറന്നെത്തി? എന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞു മീനാക്ഷി. എവിടെ നിന്നോ
ഒരു ആപത്തിന്റെ സ്മെല്ലടിക്കുന്നുണ്ട്. ACP വേഗം എത്തണമെന്ന്. മോളെ, മോൾക്ക് എങ്ങനെ മനസ്സിലായി എന്റെ നേരെ ആക്രമണം ഉണ്ടാവുമെന്ന്? ഞാൻ ഇന്നലെ രാത്രിയില് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടിരുന്നു. മുത്തശ്ശി ആരോ ആക്രമിക്കാൻ വരുന്നെന്ന്. മോള് സ്വപ്നം കണ്ടെന്നോ? മനസ്സിലായില്ലോടോ തനിക്ക്? ഇതാണ് രക്തം രക്തത്തെ തൊട്ടറിയുന്ന ടെലിപ്പതി. പൊക്കിൾക്കൊടി ബന്ധം, മാതൃസ്നേഹത്തിന്റെ ഇന്ദ്രജാലം. എന്റെ പൊന്നു മോള്.